ഇത് സൊമാനിയുടെ തന്നെ 16x16 സൈസിൽ 12 mm തിക്നെസ് ഉള്ളതാണ് ഇതുകളെല്ലാം. ഇത് ഹെവി ഡ്യൂട്ടി ടൈലുകളാണ്. കാർ പോർച്ച് ഏരിയകൾ, ലാൻഡ്സ്കേപ്പിംഗ്, അതുപോലെ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ബിൽഡിങ്ങുകളുടെ ഫ്ലോറുകൾ, ഹോസ്പിറ്റൽസ്, അതിനൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യാവുന്ന സ്പെഷ്യൽ പ്രോഡക്റ്റ്സ് ആണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 30 ടൺ വരെ വെയിറ്റ് കപ്പാസിറ്റി എടുക്കും. മറ്റൊന്ന് കളർ ഫെയ്ഡിങ്ങോ മറ്റുള്ള കംപ്ലയിൻസോ ഒന്നും വരില്ല. ഇന്ന് മാർക്കറ്റിൽ ടൈൽസിൻ്റെ സൈസിൽ ഏറ്റവും പുതിയൊരു ട്രെൻഡാണ് 6x4 എന്ന് പറഞ്ഞ സൈസ്. ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് കസ്റ്റമേഴ്സ് എല്ലാം ഏറ്റവും കൂടുതൽ എടുക്കുന്നത് 6x4 സൈസാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ 4.2, 1600, 800 കൂടുതലായിട്ട് പോയിരുന്നത്. ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് ഏറ്റവും കൂടുതൽ പോകുന്നൊരു സൈസാണ് 6x4. നമ്മളതിൽ കജേരിയ, സൊമാനി, മോണോലിത്ത്, സെറോൺ തുടങ്ങിയ കമ്പനികളെല്ലാം ചെയ്യുന്നുണ്ട്. അതിൽ മോണോലിത്ത് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ടൈൽസുകളാണ് ഇപ്പം നമ്മൾ ഈ ഒരു സൈഡിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഇറ്റാലിയൻ മാർബിളിൻ്റെ അതേ പ്രിൻ്റ് കോപ്പി ചെയ്തിട്ട് വരുന്നതാണ് ഈ ഒരു ഡിസൈന്. ഒരു ബേജ് കളറാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് അതിൻ്റെ ഹൈ ഗ്ലോസിയിൽ വരുന്നതാണ്. അതായത് നമ്മൾ നോർമൽ ടൈൽസിനെക്കാട്ടിലും കുറച്ച് ഗ്ലേസിങ്ങും പിക്ചർ ക്ലാരിറ്റി കൂടുതലുള്ളൊരു ടൈൽസാണ് ഹൈ ഗ്ലോസി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് പോകുന്നതാണ് അക്വ കളർ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പോകുന്നൊരു പ്രിൻ്റാണിത്. അത് കഴിഞ്ഞാൽ ഇത് ശരിക്കും നമ്മൾ മാർബിൾ തന്നെയാണ്. അതായത് ടൈലാണെന്ന് ഒരിക്കലും പറയില്ല, മാർബിളിൻ്റെ അതേ പ്രിൻറ്റിൽ വരുന്നതാണ്. അത് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ പോകുന്നതാണ് വൈറ്റ് സത്വരിയോ പ്രിൻറ്റുകൾ. അത് ഏറ്റവും കൂടുതൽ പോകുന്നൊരു പ്രിൻ്റാണ്. അതിന് പ്ലെയിൻ വൈറ്റ് ഉണ്ട്. ഇതെല്ലാം പിന്നെ മാർബിൾ ഗ്രാനൈറ്റ് ഡിസൈൻ ആയിട്ട് വരുന്നതാണ്. ഇത് മോണോലിത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമ്മൾ ചെയ്യുന്നതാണ് വേറൊരു കമ്പനിയാണ് സെറോൺ എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഇതെല്ലാം സെറോണിൽ വരുന്നതാണ്. ഇതും നമ്മൾ മാർബിൾ ഡിസൈനാണ് ഏറ്റവും കൂടുതലായിട്ട് പോകുന്ന ഒരു പ്രിൻ്റാണ്. അതിൽ തന്നെ വൈറ്റ് പ്രിൻ്റ് വരുന്നുണ്ട്. 6x4 തന്നെ നമുക്ക് ഗ്ലോസി ടൈൽസ് കഴിഞ്ഞാൽ പോകുന്നതാണ് മാറ്റ് ഫിനിഷ് എന്ന് പറയും. അതിൽ തന്നെ കാർവിങ് സീരീസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ വരുന്നതാണ് ഇത്. കാർവിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അതായത് മാറ്റിൽ കാർവിങ്ങിൽ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ മാറ്റ് എന്ന് പറയുമ്പോൾ ഗ്ലേസിങ് ഉണ്ടാവില്ല. പക്ഷേ കാർവിങ്ങിലാകുമ്പോൾ നമ്മൾ ലൈറ്റ് വരുമ്പോൾ ഈ ഒരു ഡിസൈനിലൂടെ എല്ലാം നല്ല ഗ്ലേസിങ് ഉണ്ടാവും. നമ്മൾ ഫ്ലോറിൽ വിരിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ഫുൾ പിക്ചർ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ ടൈൽസിൽ ഏറ്റവും കൂടുതൽ നോർമലായിട്ട് പോകുന്നൊരു സൈസാണ് 1600, 800 എന്ന് പറയുന്ന സൈസ്. 4.2 കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ പോകുന്ന ഈ ഒരു സൈസാണ്. ഇതിൽ നമ്മൾ സൊമാനി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്, കജേരി ഉണ്ട്, മോണോലിത്ത് ഉണ്ട്, മില്ലേനി ഉണ്ട്. ഇതിലിപ്പോൾ ഈ കാണുന്ന ഡിസൈനൊക്കെ നമ്മൾ സൊമാനിയുടെ പ്രിൻറ്റുകളാണ്. അതിൽ ഗ്രേ ഷെയ്ഡ് ഉണ്ട്. ഇതെല്ലാം മാർബിളിൻ്റെ അതേ പ്രിൻറ്റ് വരുന്നതാണ്. അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഇത് വരുന്നത്. ഗ്രേ ഉണ്ട്, ബേജ് ഉണ്ട്. പിന്നീട് വരുന്നതാണ് വൈറ്റ് സത്വരിയോ പ്രിൻ്റ് വരുന്നതാണ്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത് വൈറ്റ് സത്വരിയോ പ്രിൻറ്റുകളായിരിക്കും. ഇതാണ് പിന്നെ മില്ലേനി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നതാണ്. അതിൽ തന്നെ കാർവിംഗ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. മാറ്റ് ഫിനിഷാണ്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഇപ്പോൾ ലൈറ്റ് വരുമ്പോൾ ഇതിലൂടെ എല്ലാം ഗ്ലേസിങ് വരുന്ന ഒരു പ്രത്യേകതയാണ് ഈ ടൈൽസിന്. അതിൽ തന്നെ ഹൈ ഗ്ലോസി ടൈൽ വരുന്നുണ്ട്. ബ്ലാക്ക് ഹൈ ഗ്ലോസി ടൈലുകളാണ് വരുന്നത്. പിന്നെ ഗ്രേ കളറുണ്ട്, വൈറ്റ് സത്വരിയോ പ്രിൻറ്റുകളുണ്ട്. ഇതെല്ലാം മില്ലേനി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നിരവധി വ്യത്യസ്തമായ പ്രിൻറ്റുകളാണ്. ഒരുപാട് കളക്ഷൻസുകളുണ്ട് ഇതിൽ. നമുക്ക് ഒരുപാട് വ്യത്യസ്ത പ്രിൻറ്റുകളുണ്ട്. മാറ്റ് ഫിനിഷ് ഉണ്ട്, ഗ്ലോസി ടൈലുകളുണ്ട്, ഹൈ ഗ്ലോസി ടൈലുണ്ട്, കാർവിംഗ് സീരീസ് ഉണ്ട്. മില്ലേനിയം പോലെ തന്നെ മോണോലിത്തിലുണ്ട്, സൊമാനിയിലുണ്ട്. ഒരുപാട് വെറൈറ്റി പ്രിൻറ്റുകളുണ്ട്. ഈ ടൈൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇറ്റാലിയൻ മാർബിളിൻ്റെ പ്രിൻറ്റ് കോപ്പി ചെയ്ത് വരുന്നതാണ്. ടൈൽസ് വിരിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും ടൈലാണെന്ന് തോന്നാത്ത രീതിയിലുള്ള പ്രിൻറ്റുകളാണ്. ഇറ്റാലിയൻ മാർബിൾ വിരിച്ച് അതേ ലുക്ക് കിട്ടുന്ന ടൈലാണ്. പ്രത്യേകിച്ച് ഇതിലെല്ലാം അപ്പോക്സി ഇട്ട് ചെയ്യുമ്പോഴാണ്, അതായത് ജോയിൻറ്റിൽ അഴുക്ക് പിടിക്കുന്നൊരു വിഷയം വരില്ല. അപ്പോക്സി ഇട്ട് ചെയ്യുമ്പോൾ ടൈൽസ് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എയർ കൊടുക്കുന്ന വിഷയങ്ങളോ, അതുപോലെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫ്ലോർ ക്ലീൻ ചെയ്യുമ്പോൾ വെള്ളം ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഒന്നും അപ്പോക്സി ഇട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. 80-160 എന്ന് പറഞ്ഞ സൈസിൽ മോണോലിത്ത് എന്ന് പറഞ്ഞ കമ്പനിയുടെ ടൈൽസാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇതിൽ കൽക്കട്ട ഡിസൈൻ ഉണ്ട്, സത്വരിയോ പ്രിൻ്റ്. ഇതിൽ ഏറ്റവും പുതിയ പ്രിൻറ്റുകളാണ് ഇതിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഓരോ കസ്റ്റമർക്കും ഓരോ ചോയ്സ് ആയിരിക്കും. വ്യത്യസ്ത കളേഴ്സ് ആയിരിക്കാം, വ്യത്യസ്ത പാറ്റേണുകളായിരിക്കാം. ഏത് പാറ്റേണുകളായാലും ഏത് കളേഴ്സ് ആണെങ്കിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. 4x2 സൈസിൽ വുഡൻ പാറ്റേണിൽ വരുന്ന ടൈലാണിത്. ശരിക്കും നമ്മൾ വുഡ് ചെയ്തതുപോലെ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു ടൈലാണിത്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് എല്ലാവരും കിച്ചൺ ഫ്ലോറുകൾ ഉപയോഗിക്കുന്ന വുഡൻ പാറ്റേൺ ടൈൽസുകളാണ്. അതിൽ ഒരുപാട് വെറൈറ്റികളുണ്ട്. അതിൽ തന്നെ ഗ്രേ കളറുണ്ട്, ഒറിജിനൽ വുഡിൻ്റെ കളറുകളുണ്ട്. വ്യത്യസ്തമായ ഒരുപാട് പ്രിൻറ്റുകൾ ഇന്ന് നമുക്ക് വുഡിൽ അവൈലബിൾ ആണ്. ഇന്നിപ്പോൾ സ്റ്റെയർ കേസൊക്കെ വുഡൻ
സ്റ്റെയർ കേസിന് പകരം ഇന്ന് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്നത് വുഡൻ ടൈൽസുകളാണ്. നമുക്ക് സ്റ്റെയർ കേസിൽ വുഡിന് പകരം കൊടുക്കാൻ പറ്റുന്നൊരു ടൈലാണിത്. അതായത് വുഡിൻ്റെ അത്ര കോസ്റ്റ് വരില്ല, കോസ്റ്റ് വളരെ കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പോൾ സ്റ്റെയർ കേസിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റി വുഡിൻ്റെ ടൈൽസുകൾ ഇന്നിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വുഡിൽ ഇത് 4x2 സൈസാണ് വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് പല സൈസുകൾ അവൈലബിൾ ആണ്. അതായത് 2 അടി നീളം 6 ഇഞ്ച് വീതി, 4 അടി നീളം 8 ഇഞ്ച് വീതി, 3 അടി നീളം 6 ഇഞ്ച്, അങ്ങനെ പലതരം വെറൈറ്റി സൈസുകളുണ്ട്. ശരിക്കും നമ്മൾ വുഡ് പാനൽ ചെയ്ത രീതിയിൽ അപ്പോക്സി ഒക്കെ ഇട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വ്യത്യസ്ത സൈസുകളിൽ ടൈല്, അതായത് വുഡൻ ടൈലുകൾ ഇന്ന് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. ഇത് 4x2 ഏറ്റവും പുതിയൊരു ട്രെൻഡാണ്. അതായത് ലെപ്പോത്ര ഫിനിഷ് എന്ന് പറയും. അതായത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ്. ലെപ്പോത്ര ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഗ്രിപ്പുള്ള ടൈലാണ്. അതേ മോഡലിൽ വരുന്നതാണ് ഇത് ടൈൽസിൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഗ്രിപ്പുണ്ട്, എന്നാൽ നല്ല ഗ്ലേസിംഗ് ഉള്ള ടൈലാണ്. ലൈറ്റ് ഇടുമ്പോൾ നല്ല ഗ്ലേസിംഗ് ആണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ബാത്റൂമിൽ ഡിസൈൻ ചെയ്യാനാണ് ഇത് കൊണ്ടുപോകുന്നത്. കാരണം നമുക്ക് സെയിം ടൈല് തന്നെ വാളിൽ ഉപയോഗിക്കാം, അതേ ടൈല് തന്നെ ഫ്ലോറിൽ ഉപയോഗിക്കാം. ഇത് നമ്മൾ ബാത്റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഒരു ബാത്റൂം സെറ്റ് ചെയ്യുന്നത് 4x2 ടൈൽ ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത് ചെറിയ ടൈലുകളാണ്. 10x10 അല്ലെങ്കിൽ 8x8 സൈസ് മുതൽ 15x10 അങ്ങനെ ഒരുപാട് സൈസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അന്നെല്ലാം ബാത്റൂം ചെയ്തിരുന്ന ആ ഒരു സൈസ് ടൈലുകളാണ്. അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാലം കഴിയുമ്പോൾ നമുക്ക് ലീക്കേജിൻ്റെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ലീക്കിൻ്റെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു സൈസ് ചെയ്യുന്നത്. കാരണം വലിയ സൈസ് ചെയ്ത് ഇത് ഗ്യാപ്പ് ഇട്ട് ചെയ്ത് ഇതിൽ അപ്പോക്സി ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൽ ലീക്കിൻ്റെ ഒരു പ്രോബ്ലം വരുന്നില്ല. പിന്നെ വളരെ സിമ്പിൾ ഡിസൈനാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. പ്ലെയിൻ വൈറ്റ് ടൈലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കോർണറിൽ നമ്മൾ ഹൈ ഗ്ലോസി ടൈലാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഡിഫറൻ്റ് ആയിട്ടും എന്നാൽ നല്ല ഭംഗിയുള്ളൊരു ടൈലാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വൈറ്റ് ടൈല് എല്ലാ ഭാഗത്തും കൊടുത്ത് ഒരു കോർണറിൽ മാത്രമാണ് ഈ ഡിസൈൻ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് വേറെ ഒരുപാട് പ്രിൻറ്റുകൾ ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രിൻറ്റ് വേണം ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ 4-5 ബാത്റൂം ഉണ്ടാകുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഈ വൈറ്റ് ടൈൽ എടുത്തിട്ട് ഓരോ ബാത്റൂമിലേക്കും ഡിഫറൻറ്റ് ഡിസൈനുകളുള്ള ടൈലുകൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് വേസ്റ്റേജ് കുറഞ്ഞു കിട്ടുകയും ചെയ്യും. കാണാൻ എല്ലാ ബാത്റൂമും വ്യത്യസ്ത പാറ്റേണും വ്യത്യസ്ത ഡിസൈനുകളും ആയിരിക്കും. നമ്മൾക്ക് കോസ്റ്റ് വളരെ കുറവായിരിക്കും ചെയ്യും. അതുപോലെ തന്നെ അതിനോട് ഭംഗി കൂട്ടാനല്ല ഇന്ന് സൊമാനി എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്യൂട്ട് ടൈപ്പ് ക്ലോസറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ നമ്മൾ ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിംബോളോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബ്ലാക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ഒരു വാഷ് ബേസിനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ പോകുന്നത് ഇതുപോലത്തെ ടേബിൾ ടോപ്പ് ബേസിനുകളാണ് ബാത്റൂമിലേക്ക്. ഏറ്റവും കൂടുതൽ നമ്മൾ ഫണ്ട് ഇറക്കുന്നതും ബാത്റൂം ഡിസൈൻ ചെയ്യുന്നതിലാണ്. ഒരുപാട് വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത് നമ്മളിന്ന് ബാത്റൂമിൻ്റെ വാളുകളാണ്. ഈ കാണുന്നതാണ് മൊറോക്കൻ ഡിസൈൻസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ടൈലാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ബാത്റൂം ഡിസൈൻ ചെയ്യുന്നതിനും അതുപോലെ വാഷ് ഏരിയകൾ ഡിസൈൻ ചെയ്യാൻ ഫ്ലോറിൻ്റെ ഒരു ഭാഗം മാത്രം ഡിസൈൻ ചെയ്യാനൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്നത് മൊറോക്കൻ സീരീസിലുള്ള ടൈലാണ്. ഇത് പല സൈസുകൾ നമുക്ക് അവൈലബിൾ ആണ്. 2x2 ഉണ്ട്, 1x1 ഉണ്ട്. അതിൽ തന്നെ വെട്രിഫൈഡ് വരുന്നുണ്ട്, സെറാമിക് വരുന്നുണ്ട്. ഇതെല്ലാം ഇപ്പോൾ സൊമാനി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വെട്രിഫൈഡ് ടൈലുകളാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചെയ്തിരിക്കുന്ന നമ്മൾ 1x1 ഡിസൈനാണ്. അതിൽ പ്ലെയിനും വരുന്നുണ്ട്, ഹൈലൈറ്റ് ചെയ്യാനുള്ള ടൈലും വരുന്നുണ്ട്. നമുക്ക് പലതരം ഡിസൈനുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഒരുപാട് വെറൈറ്റികൾ ഇന്ന് കല്ലീസിൽ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബാത്റൂമിലേക്ക് ഒരു വാള് മാത്രം, അതായത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്ന ഭാഗം, അതായത് ക്ലോസറ്റ് വെക്കുന്ന ഏരിയ, അതല്ലെങ്കിൽ ഒരു ഷവർ ഏരിയ, ആ ഭാഗങ്ങളൊക്കെ നമുക്ക് വളരെ ഭംഗിയോടുകൂടി ചെയ്യാൻ പറ്റുന്ന ടൈലുകളാണ് മൊറോക്കൻ സീരീസ് എന്ന് പറഞ്ഞ്. ഇതിൽ തന്നെ 2x2 അവൈലബിൾ ആണ്, സെറാമിക്കൽ അവൈലബിൾ ആണ്. ഏത് റേഞ്ചിൽ വേണമെങ്കിലും നമുക്ക്, അതായത് ലോ റേറ്റ് മുതൽ ഹൈ റേഞ്ച് വരുന്ന ഒരു രീതിയിലുള്ള ടൈല് മൊറോക്കൻ സീരീസിലുണ്ട്. അതെല്ലാം നമ്മൾ ഇന്നിവിടെ കല്ലീസിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം 4x2 വരുന്ന മാറ്റ് ഫിനിഷ് ടൈലുകളാണ്. അതായത് ഡാർക്ക് ആൻഡ് ലൈറ്റ് കോമ്പിനേഷൻ വരുന്നത്. ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ബാത്റൂമിൻ്റെ വാളുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഒരുപാട് വെറൈറ്റി പ്രിൻറ്റുകളുണ്ട്. അതായത് മാറ്റിൽ തന്നെ കാർവിങ് സീരീസ് വരുന്നുണ്ട്, ലൈറ്റ് ആൻഡ് ഡാർക്ക് വരുന്നുണ്ട്. വ്യത്യസ്ത പാറ്റേണുകളിലും വ്യത്യസ്ത റേറ്റിലുള്ള ഒരുപാട് കളക്ഷൻസുകൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത മോഡലുകൾ ഇവിടെ ഉണ്ട്. നമ്മൾ കാർവിങ് സീരീസിൽ സെറ്റ് ചെയ്തൊരു പാറ്റേണാണ് ഡാർക്ക് ആൻഡ് ലൈറ്റ് കോമ്പിനേഷൻ. ഇതിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പോകുന്ന ഒരു പ്രിൻ്റാണിത്.
ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതലായിട്ട് പോകുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ. അതിൽ തന്നെ ഒരു വ്യത്യസ്ത പാറ്റേണാണ് കാർവിംഗ് സീരീസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നതല്ല വൈറ്റ് ആൻഡ് വുഡ് സാധാരണ നമ്മൾ ഫ്ലോറും ഈ ഷോവാളുകളാണ് ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ അതിനെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ ബാത്റൂമിൽ ചെയ്യുന്ന സിമ്പിൾ പാറ്റേണിൽ വരുന്ന ഒരു മോഡലാണിത്. ഏറ്റവും കൂടുതലായിട്ട് പോകുന്ന ഒരു പാറ്റേണാണ്. അതുപോലെ തന്നെ പ്ലെയിൻ കളേഴ്സിൽ വരുന്ന ബാത്റൂമിൻ്റെ ഡിസൈനുകളാണിത്. ഒരുപാട് വെറൈറ്റി കളേഴ്സുകളുണ്ട്. നമുക്ക് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് ഏത് ഡിസൈനും ആണെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഈ 4-2 സൈസിൽ 2 കളർ കോമ്പിനേഷൻ എടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട പാറ്റേണുകളിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ എല്ലാം വെറൈറ്റി പ്രിൻറ്റുകളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നത് നമ്മുടെ വീട്ടിലൊക്കെ കൂടുതൽ ഭംഗി കൂട്ടാനും ഹൈലൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള നാച്ചുറൽ സ്റ്റോൺ, ക്ലാഡിംഗ് സ്റ്റോൺ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണത്. നമുക്കിപ്പോൾ മതിൽ, പില്ലർ, അതുപോലെ ലിവിങ് ഏരിയ ആ ഭാഗത്തൊക്കെ നമുക്ക് ഒന്നും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ആർട്ടിഫിഷ്യലും അതേപോലെ തന്നെ നാച്ചുറൽ സ്റ്റോൺസിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് കല്ലീസിൽ. നമ്മുടെ ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാനും അതിനെ മോടി കൂട്ടാനും വേണ്ടി അത് സഹായിക്കുന്നു. വിവിധ സൈസിലും റേറ്റിലും ഹൈ ലെവൽ മുതൽ ലോ ലെവൽ വരെയുള്ള എല്ലാ തരത്തിലുള്ള നാച്ചുറൽ സ്റ്റോൺസും ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്നതെല്ലാം ഇമ്പോർട്ടഡ് ഐറ്റമാണ്, നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് ഇതെല്ലാതും. പിന്നെ നമുക്ക് വരുന്നത് ആർട്ടിഫിഷ്യൽ സ്റ്റോണാണ്. ഒറിജിനലായി വരുന്ന രീതിയിലാണ് അത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പല സൈസിലും പല കളറിലും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതെല്ലാം തന്നെ നാച്ചുറൽ സ്റ്റോൺസ് ആണ്, നല്ല ഭംഗിയിലുള്ളത് തന്നെയാണ് ഇതെല്ലാതും. ഇതൊരു നാച്ചുറൽ സ്റ്റോണാണ്, ബാമ്പൂൻ്റെയൊക്കെ ഒരു മോഡൽ വരുന്നതാണ്. ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇത് കാണാൻ. ഇപ്പോൾ ഇങ്ങനെ കാണുന്ന പോലെയല്ല, നമ്മുടെ വാളും പില്ലറൊക്കെ ചെയ്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ.